എനിക്ക് ധർമ്മജൻ ബിബിൻ ജോർജ് തുടങ്ങിയ ബിരിയാണി കടയുടെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പടം ആരോ അയച്ചു തന്നു. അതിൽ തന്നെ നോക്കിയിരുന്നപ്പോൾ ഞാൻ ധർമ്മജൻ്റെ ഭാര്യയെയും മക്കളെയും പറ്റിയാണ് സത്യത്തിൽ ആലോചിച്ചത്. 4 ആൾ കൂടുന്നിടത്ത് പരിഹാസ്യ കഥാപാത്രമായി ഉറയ്ക്കാത്ത കാലുകളും സ്ഥാനം തെറ്റി ബട്ടൺസുകളിട്ട ഉടുപ്പും ഷൂവും അന്തൻ്റെ കൂളിംഗ് ഗ്ലാസും ഒക്കെ ആയാണ് ബിബിൻ ജോർജിൻ്റെ ബിരിയാണി കട ഉദ്ഘാടനം ചെയ്യാൻ ധർമ്മജൻ വന്നത്. പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നു. കാരണം ഇവിടെയുള്ള ബട്ടൺസ് ഇവിടെയുള്ള ബട്ടൺസ് അവിടെ ഉടുപ്പ് ഇങ്ങനെ ഇരിക്കും. അതെങ്കിലും ഒന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡ്രൈവറെങ്കിലും അല്ലെങ്കിൽ ബിബിൻ ജോർജെങ്കിലും അതൊന്ന് നേരെ ഇട്ട് കൊടുക്കണമായിരുന്നു. എന്തിനാണ് ധർമ്മജ സ്വയം പരിഹാസ്യനായി നിന്നു കൊടുക്കുന്നത്? സദാ ലഹരിയിലാണെങ്കിൽ ഞാനില്ല ഒന്നിനും എന്ന് പറഞ്ഞ് വീട്ടിൽ ബോധമറ്റ് കിടന്നുറങ്ങാമായിരുന്നില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ പറഞ്ഞ് കളിയാക്കും. ആ വിധമാണ് ജോക്കറാവുന്നത് ധർമ്മജൻ. എന്തിനാണ് അങ്ങനെ ജോക്കറാവുന്നത് ധർമ്മജൻ? അതെങ്ങനെയാ? ചിലർ മദ്യപിക്കുന്നത് ആരും അറിയാതിരിക്കാനായി ശ്രമിക്കും. ആരും അറിയരുത് ഞാൻ കഴിച്ചിരിക്കുകയാണ്. എന്നാൽ ചിലർ ബോൾഗാട്ടിയെ പോലുള്ളവർ അടിച്ചതിൻ്റെ ഇരട്ടി അഭ്യാസം കാണിക്കും. അതിലങ്ങ് കോൾമേർ കൊള്ളും. ഞാൻ നല്ല മലയാള സിനിമയിലെ ഏറ്റവും വലിയ മദ്യപാനിയാണ് ഞാനാണ് എന്ന് കാണിക്കാൻ. കഷ്ടമാണ് ബോൾഗാട്ടി ധർമ്മജൻ്റെ ജീവിതം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മുടെ നടനും റൈറ്ററും ഒക്കെ ആയ ബിബിൻ ജോർജ് ഉണ്ടല്ലോ, പുള്ളി ഒരു ബിരിയാണി കട ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നത് നമ്മുടെ ഈ ധർമ്മജനെയായിരുന്നു. നിർഭാഗ്യവശാൽ ധർമ്മജൻ അവിടെ എത്തിയത് നല്ല ഫോമിലായിരുന്നു. അടിച്ച് പൂക്കുറ്റിയായി കാലി നിലത്തുറയ്ക്കാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം ചില സോഷ്യൽ മീഡിയ പിന്നെ ഓൺലൈൻ ചാനലുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി അവരങ്ങ് എയർ വിട്ടു. അങ്ങനെ ധർമ്മജൻ ഒന്ന് എയറിലായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്. ഇപ്പോൾ ഈ ധർമ്മജൻ എന്ന് പറയുന്ന വ്യക്തി അത്ര വലിയ മികച്ച ആക്ടറാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അത്ര അനശ്വര കലാകാരനെന്നൊന്നും പറയുന്നില്ല. എന്നാലും ഒരു നല്ല കൊമേഡിയനാണ് പുള്ളി എന്നുള്ളത്. അഭിനയവും കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് കോമഡിയൊക്കെ ആയിരുന്നു അഭിനയിച്ചതൊക്കെ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു നടനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ആ ഇലക്ഷനിൽ പിന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പുള്ളിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടോ പുള്ളി എന്തായാലും സിനിമയിൽ നിന്ന് തൊട്ടായി ഈ കോമഡി ആയാലും ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും ഒന്നും അങ്ങനെ ഇപ്പം കാണുന്നില്ല പുള്ളിയെ. എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പം നേരെ മറിച്ച് പിഷാരടി അറിയാലോ, പിഷാരടി ഇപ്പം MLA ആണ്. അത് മാത്രമല്ല ഒരുപാട് വളരുകയും ചെയ്തു. അപ്പോൾ ധർമ്മജൻ ഈ പറയുന്നത് പോലെ ലഹരിക്ക് ഒരുപാട് അടിമപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്തായിരുന്നാലും അദ്ദേഹം അതൊക്കെ മാറി തിരിച്ചു വരട്ടെ. നമുക്ക് ഇതിന്റെ ബാലൻസ് കൂടെ കേൾക്കാം. ഇന്നലെ രാത്രി 11:27 ഞാൻ അപ്പം തന്നെ ഫോണിൽ നോക്കി എത്ര മണിയായി. രാത്രി 11:27 നമ്മുടെ ബോൾഗാട്ടി ധർമ്മജൻ എന്നെ വിളിച്ചു. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് അയാളുടെ ഫോൺ എടുക്കില്ലല്ലോ, ഇതും എടുത്തില്ല. എന്തിന് വെറുതെ അയാളുടെ വഴക്കിടണം എന്ന് ഞാൻ സ്വയം ആലോചിച്ചു. സ്വയം കുഴിക്കുന്ന കുഴിയിൽ വീഴുന്നവനാണ് ബോൾഗാട്ടി ധർമ്മജൻ. നനച്ചിരിക്കാതെ എന്തൊരു ഭാഗ്യമാണ് ധർമ്മജന് തേടി വന്നത്. എല്ലാം കളഞ്ഞു കുളിച്ചു എന്നതാണ് സത്യം. കഴിഞ്ഞ തവണ ധർമ്മജനെ തോൽപ്പിച്ച സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയെ ഇത്തവണ UDF അധികം അറിയപ്പെടാത്ത ഒരു പയ്യൻ തോൽപ്പിച്ച് MLA ആയി. ധർമ്മജൻ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ധർമ്മജനെ നിർത്തിയിരുന്നെങ്കിൽ ഉറപ്പായും ജയിച്ചേനെ, MLA ആയനെ. വിധി ധർമ്മജന് അനുകൂലമല്ല. ഒരു കൊടുങ്കാറ്റ് പോലെയാണല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു UDF തരംഗം വീശിയത്. അപ്പോൾ ധർമ്മജൻ നിന്നിരുന്നെങ്കിലും അവിടെ ജയിച്ചേനെ. പക്ഷേ ധർമ്മജന് സീറ്റ് കൊടുത്തില്ല. സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഒന്നിൻ്റെ അധിപനാകാനും ധർമ്മജനെ കോൺഗ്രസ് ക്ഷണിച്ചേനെ. ഉറപ്പായും ധർമ്മജൻ നോർമലായി നടന്നിരുന്നെങ്കിൽ വിളിച്ചേനെ എന്നാണ് അതിനെ തിരുത്തി പറയാനുള്ളത്. ചലച്ചിത്ര അക്കാദമിയൊന്നും ധർമ്മജന് കൊടുത്തില്ല എങ്കിലും ഭാരത് ഭവൻ അടക്കം എവിടെയെങ്കിലും ഒരു സ്പേസ് ധർമ്മജന് കിട്ടിയേനെ. ലഹരിയിൽ അതെല്ലാം നശിപ്പിച്ചില്ലേ ധർമ്മജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിഷാരടി അടക്കം ധർമ്മജൻ്റെ സ്നേഹിതർ കഴിക്കാത്തവരാണ്. അവരെ കഴിക്കാൻ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ് ധർമ്മജനും അവരുമായിട്ടുള്ള വ്യത്യാസം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ധർമ്മജനില്ല. എനിക്ക് ധർമ്മജൻ ബിബിൻ ജോർജ് തുടങ്ങിയ ബിരിയാണി കടയുടെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പടം ആരോ അയച്ചു തന്നു. അതിൽ തന്നെ നോക്കിയിരുന്നപ്പോൾ ഞാൻ ധർമ്മജൻ്റെ ഭാര്യയെയും മക്കളെയും പറ്റിയാണ് സത്യത്തിൽ ആലോചിച്ചത്. 4 ആൾ കൂടുന്നിടത്ത് പരിഹാസ്യ കഥാപാത്രമായി ഉറയ്ക്കാത്ത കാലുകളും സ്ഥാനം തെറ്റി ബട്ടൺസുകളിട്ട ഉടുപ്പും ഷൂവും അന്തൻ്റെ കൂളിംഗ് ഗ്ലാസും ഒക്കെ ആയാണ് ബിബിൻ ജോർജിൻ്റെ ബിരിയാണി കട ഉദ്ഘാടനം ചെയ്യാൻ ധർമ്മജൻ വന്ന് പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നു. കാരണം ഇവിടെയുള്ള ബട്ടൺസ് ഇവിടെയുള്ള ബട്ടൺസ് അവിടെ ഉടുപ്പ് ഇങ്ങനെ ഇരിക്കുന്നു. അതെങ്കിലും ഒന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡ്രൈവറെങ്കിലും അല്ലെങ്കിൽ ബിബിൻ ജോർജെങ്കിലും അതൊന്ന് നേരെ ഇട്ട് കൊടുക്കണമായിരുന്നു. എന്തിനാണ് ധർമ്മജ സ്വയം പരിഹാസ്യനായി നിന്നു കൊടുക്കുന്നത്? സദാ ലഹരിയിലാണെങ്കിൽ
ഞാനില്ല ഒന്നിനും എന്ന് പറഞ്ഞ് വീട്ടിൽ ബോധമറ്റ് കിടന്നുറങ്ങാമായിരുന്നില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ പറഞ്ഞ് കളിയാക്കും. ആ വിധമാണ് ജോക്കറാകുന്നത് ധർമ്മജൻ. എന്തിനാണ് അങ്ങനെ ജോക്കറാവുന്നത് ധർമ്മജൻ? അപ്പൊ ഇതാണ് പ്രിയമുള്ളവരെ പ്രശ്നം. ഈ കലാകാരന്മാരായ എല്ലാവരും ഇല്ലെങ്കിൽ തന്നെ വേറെ കുറെ പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ പിന്നെ കരിയറിൽ ഒരു ഡൗൺ വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ലഹരിയിൽ അങ്ങ് അടിമപ്പെട്ടു പോകും. ചിലർ മദ്യം കുടിച്ച് പിന്നെ അങ്ങ് അവരല്ലാതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ധർമ്മജന്റെ ഒക്കെ രൂപം തന്നെ ഇപ്പോൾ അങ്ങ് ഒരുപാട് മാറിപ്പോയിരിക്കുകയാണ് എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പുള്ളി. നല്ലൊരു സ്റ്റേജ് അസാധ്യമായിട്ടുള്ള സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം സിനിമയിലൊക്കെ കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡ് കോമഡിയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഇനിയിപ്പം ഒരു തിരിച്ചുവരവ് സിനിമയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പം ഈ ചാനൽ ഷോകളിലും പോലും പുള്ളിയെ കാണുന്നില്ല. എന്തായിരുന്നാലും പുള്ളി പിന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് കരുതി അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പം എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്